ഇന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷനും പിന്നെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബൈ ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണോ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിനാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. Education is the process of effecting desirable changes in people's behavior. So, through education, we teachers are making a difference in the behavior of the people. These desirable behavioral changes which we wish to bring about in people through the process of education are determined at the policy making level itself. നമുക്കറിയാം നാഷണൽ ലെവലിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ കമ്മീഷനുണ്ട്. ഈ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അപ്പോഴുള്ള പൊളിറ്റിക്കൽ സെറ്റപ്പ്, ദെൻ ദ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, ദ ഫിലോസഫി ഓഫ് ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വച്ചുകൊണ്ട് അവരൊരു കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കും സിലബസും കരിക്കുലം എല്ലാം അതിനുശേഷം എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് ചെയ്യുന്നത്. ഈ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് കുറേ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എന്തെല്ലാം ഒബ്ജക്റ്റീവ്സാണ് നമുക്ക് നേടിയെടുക്കേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്യും. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു റിയലൈസ് ദീസ് ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്, എ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, sociologists, economics, politicians and specialists in various fields formulate the objective for the different stages of the educational process and evolve a suitable curriculum plan. അതായത് എഡ്യൂക്കേഷന് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ദെൻ ഹയർ സെക്കൻഡറി, ഡിഗ്രി, ഹയർ ഡിഗ്രി, എല്ലാത്തിനുമുള്ള ഒരു കരിക്കുലം പ്ലാൻ തയ്യാറാക്കും. ആരെല്ലാം ചേർന്ന് ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സ് ചേർന്ന് ഒരു കരിക്കുലം പ്ലാൻ തയ്യാറാക്കും. അതെങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. ഓരോ സബ്ജക്റ്റിനും സബ്ജക്റ്റ് വൈസ് ഒബ്ജക്റ്റീവ്സ് കരിക്കുലം പ്ലാനും ഉണ്ടാക്കും. കരിക്കുലം പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ സിലബസ് നമ്മൾ തീരുമാനിക്കുന്നത്. സിലബസ് തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ആ സിലബസിന് പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. ആദ്യം എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോം ആവും. എഡ്യൂക്കേഷൻ കമ്മീഷൻ ബ്രോഡ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കും. അതനുസരിച്ച് എഡ്യൂക്കേഷണലിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും എല്ലാം ചേർന്ന് ഓരോ ലെവലിലുള്ള കരിക്കുലം പ്ലാൻ ചെയ്യും. ആ കരിക്കുലം പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് സിലബസ് ഉണ്ടാക്കും. ആ സിലബസിന് പറ്റിയ ടെക്സ്റ്റ് ബുക്കുകൾ വേറെ വേറെ ടോപ്പിക്കുകളായിരിക്കും. അത് പല പല ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ആക്കി ഒരു ടെക്സ്റ്റ് ബുക്കാക്കി മാറ്റും. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ലെവലിൽ നമുക്ക് സ്കൂളിൽ കിട്ടുമല്ലോ. അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ ഓരോരോ സബ്ജക്റ്റിന് ഓരോരോ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയാണ് ഈ സിലബസ് അനുസരിച്ച് ആണ് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. ദെൻ ദ ടോപ്പിക് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്, ഏതെല്ലാം ടോപ്പിക്കാണ് നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിനും എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഓരോ സബ്ജക്റ്റിന്, ഇതെല്ലാം നമ്മൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ദിസ് പൊട്ടൻഷ്യാലിറ്റി ഓഫ് എ സബ്ജക്റ്റ് ദാറ്റ് വി ടേക്ക് നോട്ട് ഓഫ്, ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ദാറ്റ് സബ്ജക്റ്റ്. ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓഫ് എ സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് വൈസ് ഒബ്ജക്റ്റീവ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴുണ്ടാവേണ്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യും കരിക്കുലത്തിൽ. The instructional objective of a subject, the subject-wise objective, help in the development of unit-wise objectives. അപ്പം നമുക്കറിയാം ഒരു സബ്ജക്റ്റിൽ ഒരു തന്നെ പല യൂണിറ്റ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഓരോ യൂണിറ്റും 3-4 ചാപ്റ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് പഠിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് ഒബ്ജക്റ്റീവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, അതാണ് യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഫിസിയോളജി ഓഫ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫിസിയോളജി പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കും, ഫങ്ഷൻ പഠിക്കും, ലിവറിൻ്റെ പഠിക്കും, കിഡ്നിയുടെ പഠിക്കും, അങ്ങനെ എല്ലാ ഓർഗൻസിൻ്റെയും സ്ട്രക്ചറും ഫങ്ഷനും പഠിക്കും നമ്മൾ. അപ്പോൾ ആ ഫിസിയോളജി പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഹ്യൂമൻ ബോഡിയെ പറ്റി ഒരു ഓവറോൾ ഒരു അറിവുണ്ടാവണം.
മനസ്സിലാവണം, എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രവർത്തിക്കുന്നതെന്നെല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ആ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ എന്ത് ഒബ്ജക്റ്റീവാണോ നമ്മൾ എത്തേണ്ടത് അതിനെയാണ് പറയുന്നത് യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദീസ് യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലെസൺ വൈസ് ഒബ്ജക്റ്റീവ് ഇൻ ദെയർ ടേൺ ഗൈഡ് in the preparation of unit plan and lesson plan respectively. അപ്പോൾ ഈ യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ് വെച്ച് നമ്മൾ എന്തുണ്ടാക്കും? യൂണിറ്റ് പ്ലാൻ ഉണ്ടാക്കും. അതുപോലെ ലെസൺ വൈസ് ഒബ്ജക്റ്റീവ് വെച്ച് നമ്മൾ എന്തുണ്ടാക്കും? ലെസൺ പ്ലാൻ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് പഠിപ്പിക്കാൻ എത്ര പീരീഡ് വേണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, അതെല്ലാം ചേർക്കണയാണ് ഒരു യൂണിറ്റ് വൈസ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ ലെസൺ വൈസ് ലെസൺ പ്ലാനും ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തായിരിക്കും. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എയിംഡ് അറ്റ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ഓരോ ദിവസവും ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഓരോ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പറയണത് എന്ത്? ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവ് ഉണ്ട്, അത് ബ്രോഡായിട്ട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പിന്നെ അത് കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒരു സിലബസ് പഠിക്കുന്നത് കൊണ്ട് എന്ത് നേടിയെടുക്കണം എന്നുള്ളത് അതിൻ്റെ ബേസ്ഡ് ഓൺ ദ സിലബസ് ദെയർ ആർ ഫ്യൂ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ യൂണിറ്റ് ദെയർ ആർ ഒബ്ജക്റ്റീവ്സ് and based on the chapter there are objectives and based on each lesson there are objectives. ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാവും, ആ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിൽ അവരെന്ത് സ്പെസിഫൈ ചെയ്യും? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സ്പെസിഫൈ ചെയ്യും. അതാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് അത് എന്താണ് എയിം ആക്കുന്നത് ആര് റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്യും? എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്പെസിഫൈ ചെയ്യും. ദെൻ ബേസ്ഡ് ഓൺ ദിസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് സ്റ്റേജ് വൈസ് ഒബ്ജക്റ്റീവ്സ് ആർ ദെയർ. സ്റ്റേജ് വൈസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, അങ്ങനെ സ്റ്റേജ് വൈസ് ഒബ്ജക്റ്റീവും ഉണ്ട്. ദെൻ ഈ സ്റ്റേജ് വൈസ് ഒബ്ജക്റ്റീവ്സ് വെച്ച് കരിക്കുലം പ്ലാൻ ചെയ്യും. ദെൻ സ്റ്റേജ് വൈസിൽ നിന്ന് ദെൻ സബ്ജക്റ്റ് വൈസ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് വെച്ച് എന്ത് ക്രിയേറ്റ് ചെയ്യും? സിലബസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഇൻ ഈച്ച് സബ്ജക്റ്റ് ദെയർ ആർ യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ്. ഈ യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ് വെച്ചാണ് ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ദെൻ ഇൻ ഈച്ച് യൂണിറ്റ് ദെയർ ആർ മെനി ലെസൺ, സോ ദെയർ ആർ ലെസൺ വൈസ് ഒബ്ജക്റ്റീവ്സ്. ബേസ്ഡ് ഓൺ ദിസ് ലെസൺ വൈസ് ഒബ്ജക്റ്റീവ് ടീച്ചേഴ്സ് ആർ മേക്കിംഗ് ദ ലെസൺ പ്ലാൻ. നൗ ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യണമെന്നുള്ളത്. ബേസിസ് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്, ദ നേച്ചർ ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് ദ ലേണർ. അതാണ് ഫസ്റ്റ് പോയിന്റ്. എങ്ങനെയുള്ള ലേണറാണ്, അവരുടെ കേപ്പബിലിറ്റി എന്താണ്. ദെൻ നീഡ് ഓഫ് ദ സൊസൈറ്റി, ദ പ്രസൻ്റ്ലി സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം, ഏത് തരത്തിലുള്ള സിറ്റിസണെയാണ് ആവശ്യം, അതനുസരിച്ച്. ദെൻ നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ, ഓരോ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് വേറെ ആയിരിക്കും. മാത്സ് പഠിക്കുന്നതിനുള്ള അതേ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കില്ല സയൻസ് പഠിക്കണം, അതേപോലെ നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ്. ദെൻ നേച്ചർ ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഇപ്പോൾ പ്രസൻറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ച്. ദെൻ ഫീസിബിലിറ്റി ഓഫ് ദ കൺസ്ട്രെയിൻസ്, ഇത് നടപ്പിലാക്കാൻ പറ്റുമോ. കുറേ കൺസ്ട്രെയിൻസ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ടാവും, അല്ലെങ്കിൽ നേഷനിലുണ്ടാവും. ആ നേഷനിലെ കൺസ്ട്രെയിൻസ് വെച്ച് ഫീസിബിൾ ആയിട്ടുള്ളതായിരിക്കണം ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം. ദ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഒബ്ജക്റ്റീവ്സ് ആർ ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്പെസിഫിക്, അൺആംബിഗ്യസ്, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, പിന്നെ യൂസ്ഫുൾ ആയിരിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ജനറൽ എയിം ഓഫ് ദ എഡ്യൂക്കേഷൻ. ജനറൽ എയിം ഓഫ് ദി എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുള്ളതായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടാക്സോണമി എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ. അപ്പോൾ ഡിഫറെൻറ്റ് സൈക്കോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഹി വാസ് ഫ്രം ദ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഓഫ് USA. ഈ ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്റ്റീവ്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതായത് 3 ഡൊമൈനായിട്ട് തിരിച്ചു അതിനെ. ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ, മറ്റേത് അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് മൂന്നാമത് സൈക്കോമോട്ടോർ ഡൊമൈൻ. അങ്ങനെ 3 ഡൊമൈനിലായിട്ടാണ് ഈ സയൻറ്റിസ്റ്റ് തിരിച്ചിരിച്ചത്.
കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 ഡൊമൈനും കൂടെ ചേർന്ന് ഈ 3 ഡൊമൈൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഒരു കുട്ടിയിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം. ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇൻ്റലിജൻസിനെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, തിങ്കിങ് എബിലിറ്റീസ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, അതെല്ലാം വരുന്ന ഡൊമൈനാണ് ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, നമ്മൾ ഓരോ കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, ഇതെല്ലാമാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഡൊമൈനായ സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്നത് നമ്മുടെ മോട്ടോർ എബിലിറ്റീസ് ഓർ മാനിപ്പുലേറ്റിംഗ് എബിലിറ്റീസ്, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ പഠിക്കുക. അത് ഏത് ഡൊമൈനിൽ വരും? സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ 3 ഡൊമൈനിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് ഒരു കുട്ടിയിൽ കാണുന്നത്. ഇനി ഈ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ, ഈ 3 ഡൊമൈനും പരസ്പരം ഇൻ്റർറിലേറ്റഡ് ആണ്. ഒരു ഡൊമൈനിൻ്റെ ഡെവലപ്മെൻറ്റ് അടുത്ത ഡൊമൈനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻ്റർറിലേറ്റ് ചെയ്യപ്പെട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചായിരിക്കും സൈക്കോമോട്ടർ ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 ഡൊമൈനും നമുക്ക് പറയാം അത് പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്, അതേപോലെ തന്നെ ഇൻ്റർറിലേറ്റഡും ആണെന്ന് പറയാം. നമുക്ക് ഈ സ്ലൈഡിൽ ഒന്നോടെ നോക്കാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദ 3 ഡൊമൈൻസ് ആർ ഇൻ്റർറിലേറ്റഡ് ആൻഡ് മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ്. ഇത് 3ഉം പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ഡൊമൈനിലുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോഗ്നിറ്റീവ് ഡൊമൈൻ. ദ കോഗ്നിറ്റീവ് ഡൊമൈൻ റെപ്രസെൻറ്റ്സ് ദ ഇൻ്റലക്ച്വൽ കോമ്പണൻറ്റ് ഓഫ് ദി മെൻ്റൽ ലൈഫ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൈമറി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് അറിയാം, ബുദ്ധി വികാസം ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ. ഈ ഡൊമൈനിൻ്റെ കീഴിൽ 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡറിലാണ്. ആദ്യം ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു, നോളജ് ലെവലിലെത്തുന്നു, പിന്നെ അത് നമ്മളുടേതായ ഭാഷയിലേക്ക് അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതിനുശേഷം അത് എപ്പോഴെങ്കിലും നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ അനലൈസ് ചെയ്യും. ഇൻഡിവിജ്വൽ പീസസ് ആയിട്ടെടുത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെ ഓരോ വശങ്ങളും മനസ്സിലാക്കും. അതിനെയാണ് അനാലിസിസ് എന്ന് പറയേണ്ടത്. ഇപ്പോൾ ഒരു ഫോമുലയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഇൻഡിവിജ്വൽ പാർട്ടും നല്ലപോലെ മനസ്സിലാക്കുക. അതിനുശേഷം ആ ഇൻഡിവിജ്വൽ പാർട്ടിനെ വേറെ രീതിയിലും നമുക്ക് ജോയിൻ ചെയ്ത് വേറെ പല ഫോമുലേഴ്സ് നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് വേറെ കാര്യത്തെ പഠിച്ചെടുക്കുന്നതിനാണ് സിന്തസിസ് എന്ന് പറയുക. ദെൻ വി ആർ ഇവാലുവേറ്റിംഗ് our studies, or we are evaluating this analysis and synthesis process. ഇതിലെ ഫസ്റ്റ് ലെവൽ എന്താണ്? നോളജാണ്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നോളജിൽ വരുന്നതാണ് റിമെമ്പറിങ്. അല്ലെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ചു, വീണ്ടും നമ്മൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ റീകോൾ ചെയ്യും നേരത്തെ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ കാണുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യും. ഇതെല്ലാം നോളജിൽ വരും. ദെൻ സോ ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ദ റീകോൾ, റെക്കഗ്നീഷൻ, ദെൻ സ്പെസിഫിക്കേഷൻ, യൂണിവേഴ്സൽ പാറ്റേൺ ആൻഡ് സ്ട്രക്ചർ. യൂണിവേഴ്സലായിട്ട് കാണുന്ന പാറ്റേൺ, സ്ട്രക്ചർ അതിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യും. ഇതെല്ലാം നോളജ് ലെവലിൽ വരും. നോളജ് കഴിഞ്ഞ നെക്സ്റ്റ് ലെവലാണ് കോംപ്രിഹെൻഷൻ. നിങ്ങൾക്കറിയാം, ഒരാൾ നമ്മളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആവാം. പക്ഷെ അത് നമ്മളുടെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കും, നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കും. അതാണ് അടുത്ത ലെവൽ. അതായത് മനസ്സിലാക്കി നമ്മളുടെ രീതിയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുക. ആ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമായിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ നോളജ് ഒരു എക്സ്റ്റൻഷൻ പോലെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാമാണ് കോംപ്രിഹെൻഷൻ വരുന്നത്. Then comprehension, it is the higher level than knowledge. It involves an understanding of the material being communicated. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആൾ ഇൻ്റലക്ച്വലി അതിനെ പ്രോസസ്സ് ചെയ്യുകയും അതിൻ്റെ കൂടെ കൂടുതൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയും ചെയ്യും. ദെൻ വാട്ട് ദ പേഴ്സൺ ഈസ് ഡൂയിങ്, ഹി ഈസ് ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ്, ഇൻ്റർപ്രറ്റിംഗ് ഇറ്റ് ആൻഡ് ദെൻ എക്സ്ട്രാപോളേറ്റിംഗ് ഇറ്റ്. ട്രാൻസ്ലേറ്റ് ചെയ്യുക, സ്വന്തം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, സ്വന്തം അറിവിനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, നമ്മളുടെ ചിന്താശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉപയോഗിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ദെൻ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക. എക്സ്ട്രാപൊളേറ്റ് എന്ന് പറഞ്ഞാൽ ആഡിങ് ദ എക്സ്റ്റെൻഷൻ ഓർ ദ എക്സ്ട്രാ നോളജ് വി ആർ ആഡിങ് ടു ദ വാട്ട് എവർ knowledge we got from another person or from the teacher. We are adding
extra information to that is called extrapolation. So the first level is knowledge and second level is comprehension. ഇനി അടുത്ത ലെവൽ എന്താണ്? അടുത്ത ലെവലാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ലെവലിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനുവേണ്ടി അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ദ ഇൻഡിവിജ്വൽ യൂസസ് ഹിസ് നോളജ് ആൻഡ് കോംപ്രിഹെൻഷൻ ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഐഡിയാസ് ഓർ പ്രൊസീജിയേഴ്സ് ഇൻ എ പർട്ടിക്കുലർ നോവൽ സിറ്റുവേഷൻ ഫോർ സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം. അതാണ് ആപ്ലിക്കേഷൻ ലെവൽ. ദെൻ എന്താണ് അനാലിസിസ് നോക്കാം. അനാലിസിസ് ഈസ് ദ മീനിങ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ മെറ്റീരിയൽ ഇൻ ടു ഇറ്റ്സ് കോമ്പണൻസ് ആൻഡ് ദ ഡിറ്റക്ഷൻ ഓഫ് ഇൻ്റർറിലേഷൻ ഓഫ് ദ കോമ്പണൻസ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദേ ആർ ഓർഗനൈസ്ഡ്. ഇവിടെ എന്താ നമ്മൾ പറയണേ, ഒരു ഫോമുല ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ആയിക്കോട്ടെ, നമ്മളതിനെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈച്ച് കോമ്പണൻസും അടുത്ത കോമ്പണൻറ്റുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. അതായത് ഹൗ ദേ ആർ ഇൻ്റർറിലേറ്റഡ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദേ ആർ ഓർഗനൈസ്ഡ്, എന്ത് മാനറിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കുക. ദെൻ അനാലിസിസ് ഓഫ് ദ എലമെൻറ്റ്സ്, അനാലിസിസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ഓർഗനൈസേഷണൽ പ്രിൻസിപ്പിൾസ് ആർ ദ 3 ലെവൽ ഓഫ് അനാലിസിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ നോക്കാം. ദാറ്റ് ഈസ് സിന്തസിസ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് എബിലിറ്റി അറ്റ് എ ഹയർ ലെവൽ ഓഫ് കോഗ്നിഷൻ. ഇതിന് കുറച്ചുകൂടെ ഒരു ബുദ്ധി വളർച്ച വേണം ഇത് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ലെവൽ ഇത്തിരിയോടെ കൂടുതലായിരിക്കണം. അവിടെ എന്താ നമ്മൾ ചെയ്യണേ? ദിസ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പുട്ട് ടുഗദർ ദ എലമെൻറ്റ്സ് ഓർ പാർട്സ് സോ ആസ് ടു ഫോം എ ഹോൾ ഓർ എ ന്യൂ പാറ്റേൺ. ഒരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത ഇൻഡിവിജ്വൽ കോമ്പണൻസിനെ ഇട്ട് നമ്മളുടേതായ രീതിയിൽ പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കുക. അതിന് നമ്മുടെ ഇൻ്റലക്ച്വൽ ലെവൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കണം. ഇറ്റ് ഇൻവോൾവ്സ് ആൻ എബിലിറ്റി ടു ഗിവ് ന്യൂ ഷേപ്പ് ഓർ സ്ട്രക്ചർ ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ പ്രൊസീജിയർ. അപ്പോൾ നമ്മളൊരു ന്യൂ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ന്യൂ പാറ്റേൺ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. Then the last one is evaluation. This is the higher level of cognitive structure. It also the most complex ability which involves all the other abilities. It enable an individual to judge a material, method, product or process against a standard and to establish the worth of it. The judgments are both quantitative and qualitative. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടു, അത് ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിൻ്റെ മൈനസ് പോയിൻറ്റും പ്ലസ് പോയിൻറ്റും നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതാണ് ഈ ഇവാലുവേഷൻ ലെവലും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾ ദീസ് എബിലിറ്റീസ് ഇൻ ദ കോഗ്നിറ്റീവ് ഡൊമൈൻ ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതെല്ലാം വേർപെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല. എല്ലാ ആട്രിബ്യൂട്ട്സും ഇതിൽ പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ദീസ് ആർ ഇൻ എ ലോജിക്കൽ ഓർഡർ. ഇത് ഒരു ലോജിക്കലി ഓർഡറിലാണ് നടക്കുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് എയിംഡ് ഇൻ വൺ ക്ലാസ് ആർ ലൈക്ലി ടു മേക്ക് യൂസ് ഓഫ് ആൻഡ് ബി ബിൽറ്റ് ഓൺ ദ ബിഹേവിയർ ഇൻ ദ പ്രൊസീഡിംഗ് ക്ലാസ്സസ്, മെയിൻറ്റെയിനിങ് ദ സീക്വൻസ് ഓഫ് ടാക്സോണമി. ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് കോംപ്രിഹെൻഷൻ. അതായത് ഇപ്പോൾ നോളജ് ലെവൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോംപ്രിഹെൻഷൻ ലെവലിലേക്ക് പറ്റുള്ളൂ. കോംപ്രിഹെൻഷൻ കഴിഞ്ഞാലാണ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് അനാലിസിസ് ലെവൽ, then synthesis level, then only we can go to the last level, that is evaluation level. അടുത്തത് അഫക്റ്റീവ് ഡൊമൈൻ. അതിൻ്റെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഫീലിങ്സ്, ഇൻട്രസ്റ്റ്, അപ്രീസിയേഷൻ, ആറ്റിറ്റ്യൂഡ് അതെല്ലാം വരുന്ന ഒരു ഡൊമൈനാണ് ഇത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ദ അഫക്റ്റീവ് ഡൊമൈൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 മേജർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ കണ്ടു കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 മേജർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈനിൽ 5 മേജർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് ഏതെല്ലാം എന്ന് നോക്കാം. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എന്താണ് റിസീവിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റിസീവിങ് എൻഡിലുള്ള ആളത് റിസീവ് ചെയ്യണം അല്ലേ. ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു റിസീവ് ഇൻഫർമേഷൻ, അവെയർനെസ് ഓഫ് ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വില്ലിങ്നെസ് ടു റിസീവ് ദ ഇൻഫർമേഷൻ ആർ ദ സബ് ലെവൽ. ഇതിന് 2 ലെവലുണ്ട്. എവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ വില്ലിങ് ആയിരിക്കണം നമ്മൾ ആ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഒരാൾക്ക് ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് ലെവൽ. ദെൻ റെസ്പോണ്ടിങ്. നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കിട്ടി, അതനുസരിച്ച് നമ്മളുടെ ഒരു റെസ്പോൺസ് നമ്മൾ കാണിക്കും അല്ലേ. ടീച്ചർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, എന്താ നിങ്ങൾ ഇരിക്കണായിട്ട് മനസ്സിലായില്ലെന്നാണല്ലോ തോന്നണേന്ന് പറയും അല്ലേ ചില സമയത്ത്. എന്താ കാരണം? നിങ്ങളുടെ റെസ്പോൺസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതായത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ആണ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. റെസ്പോണ്ടിങ്. റെഗുലാരിറ്റി ഇൻ അറ്റൻഷൻ ആൻഡ് മോട്ടിവേഷൻ ലീഡ്സ് ടു റെസ്പോണ്ടിങ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ അറ്റൻഷൻ കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷൻ ലെവൽ എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യണം.
എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഏതാണ്? റെസ്പോണ്ടിങ് കഴിഞ്ഞ് വാല്യൂയിങ്. അതായത് നമുക്ക് ഒരു അറിവ് കിട്ടി, നമ്മൾ റിസീവ് ചെയ്തു, നമ്മളതിനെ റെസ്പോണ്ട് ചെയ്ത് അതിനെ വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? ഇൻഡിവിജ്വൽ സെറ്റ് ഗൈഡ് ലൈൻസ് ഫോർ കൺട്രോളിങ് ദെയർ ഓൺ ബിഹേവിയർ, acceptance of a value, preference of a value, and finally the commitment to a value are the steps towards it. അതായത് നമുക്കൊരു വാല്യൂ, കുറേ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിനനുസരിച്ചായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുക, അല്ലേ? നമ്മുടെ ബിഹേവിയർ അതനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ഓരോ വാല്യൂസ് വെച്ചായിരിക്കും നമ്മളായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലും നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യുന്നത്, അല്ലേ? അതാണ് വാല്യൂയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓർഗനൈസേഷൻ. ആൻ ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഓർഡിനറിലി മോട്ടിവേറ്റഡ് ബൈ ആൻ ഐസൊലേറ്റഡ് വാല്യൂ. ഒരു വാല്യൂ വെച്ചല്ല ഒരു ആൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സാധാരണയായിട്ട് അയാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ കാണുന്നത്. അവർക്കൊരു വാല്യൂ സിസ്റ്റം തന്നെ ഉണ്ടാവും, എ സിസ്റ്റം ഓഫ് വാല്യൂസ് ഫോർമാറ്റ്. ദെൻ there should be an organization of values into a system. അതായത് നമുക്ക് പലപ്പോഴായി കിട്ടുന്ന പല വാല്യൂസിനെ നമ്മളുടേതായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കും. ആയിരിക്കും ഓരോ ഇൻഡിവിജ്വലും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ആറ്റിറ്റ്യൂഡ്. ക്യാരക്ടറൈസേഷൻ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ദ വാല്യൂസ് ആർ ഇംബൈബ്ഡ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഹാസ് എ കോൺസിസ്റ്റൻറ്റ് ഫിലോസഫി ഓഫ് ലൈഫ്. അതായിരിക്കും ആ ഇൻഡിവിജ്വലിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ്. എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്, ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇത് അനുസരിച്ചായിരിക്കും. ഇതെല്ലാമാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അടുത്ത ഡൊമൈനാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ദ ഇൻഡിവിജ്വൽ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ. ഇവിടെ നെർവസ് സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും തമ്മിലുള്ള ഒരു കോർഡിനേഷനാണ് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുക, അപ്പോൾ നമ്മളുടെ മനസ്സും അതേപോലെ തന്നെ നമ്മളുടെ ഹാൻഡും ലെഗും എല്ലാം അതനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യപ്പെടണം, അല്ലേ? അതായത് നമ്മുടെ ലെഗും ഹാൻഡ്സൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ലെഗ്സിലെയും ഹാൻഡ്സിലെയും ഒക്കെ മസിൽസ് അതനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യണം. ദ ഹയർ ദ കോർഡിനേഷൻ ദ മോർ റാപ്പിഡ്, സ്പീഡി ആൻഡ് ഓട്ടോമാറ്റിക് ദ ആക്ഷൻ ബിക്കം. എത്രത്തോളം കോർഡിനേഷൻ നന്നാവോ അത്രത്തോളം ആ സ്കിൽ ഡെവലപ്മെൻറ്റും നന്നാവും. ദ action abilities are classified under the psychomotor domain. There are 5 objectives in this category. അതെന്തെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇമിറ്റേഷൻ, സെക്കൻഡ് വൺ മാനിപ്പുലേഷൻ, പ്രെസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇപ്പോൾ നമുക്കൊരു ഡ്രൈവിങ്ങിൻ്റെ എക്സാമ്പിൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇതെല്ലാം നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുക, അങ്ങനെ ഒരു സ്കില്ല് പഠിക്കുകയാണ്, ഒരു സ്കില്ലാണത്, അല്ലേ? അത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ സാറ് അല്ലെങ്കിൽ ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് അവർ സ്റ്റിയറിംഗ് പിടിക്കണേ, എങ്ങനെയാണ് അവർ കൈ മൂവ് ചെയ്യിപ്പിക്കണേ, അങ്ങനെയെല്ലാം അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യണേ. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് neuromuscular activity. It starts as the impulse and may grow into an overt act with the capacity to repeat the performance. അതായത് വേറൊരാൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അതിൽ നമ്മളുടെ കൂടുതലായിട്ട് നമ്മളുടെ മെൻ്റൽ ആൻഡ് മസ്കുലർ കോർഡിനേഷൻ നടക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അത് ഫസ്റ്റ് ലെവലാണ്. ഇനി സെക്കൻഡ് ലെവൽ നോക്കാം, അതാണ് മാനിപ്പുലേഷൻ. അതിലെന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കി ആവശ്യമുള്ള മൂവ്മെൻറ്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറൻഷ്യേറ്റിംഗ് എമംഗ് വേരിയസ് മൂവ്മെൻറ്റ്സ് ആൻഡ് സെലക്ടിങ് ദ പ്രോപ്പർ വൺ. ആവശ്യമുള്ള മൂവ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യും, അതാണ് മാനിപ്പുലേഷനിൽ നടക്കുന്നത്. ദെൻ പ്രെസിഷൻ. പ്രാക്ടീസ് ഓർ റെപ്പറ്റീഷൻ ഓഫ് ദ പെർഫോമൻസ് വിൽ ഡിക്രീസ് ദ ഫോൾട്ട് ഇൻ ദ പെർഫോമൻസ്. അതിൽ ആവശ്യമുള്ള മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യും, നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മുടെ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മളുടെ തെറ്റ് പറ്റാനുള്ള അത് കുറയും. കാരണം പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളത് തറവാക്കിയെടുക്കുന്നു. പ്രിസിഷൻ ഈസ് റിലേറ്റഡ് വിത്ത് സ്പീഡ്, ആക്യുറസി, പ്രപ്പോർഷൻ ആൻഡ് എക്സാക്ട്നെസ് ഇൻ ദ പെർഫോമൻസ്. ഇതെല്ലാമാണ് പ്രിസിഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കുലേഷൻ. ദ ഇൻഡിവിജ്വൽ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ മെനി ആക്ഷൻ ഇൻ യൂണിസൺ. അതായത് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഈ ആർട്ടിക്കുലേഷനിൽ എന്താ പറ്റുന്നത്, എന്തൊക്കെ മൂവ്മെൻറ്റാണ് ഡ്രൈവിങ്ങിൽ വേണ്ടത്? അതായത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഗിയർ മാറ്റുകയും ചെയ്യണം, അല്ലേ? ഈ 3 മൂവ്മെൻറ്റ്സും നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റണം. എല്ലാം 3 കൂടെ ചേർത്ത് ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ ആർട്ടിക്കുലേഷൻ. അപ്പോൾ എന്ത് സ്കില്ലായാലും ഏതെല്ലാം മൂവ്മെൻറ്റ് ഒന്നിച്ച് ചേർത്താണോ ആ സ്കില്ല് ചെയ്യണേ, അത് 3 കൂടെ ഒന്നിച്ച് ഒരു യൂണിറ്റ് ഓഫ് യൂണിയൻ, അതായത് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ആക്ഷനായിട്ട് ചെയ്യണേനെയാണ് പറയുന്നത് ആർട്ടിക്കുലേഷൻ.
അടുത്തതാണ് നാച്ചുറലൈസേഷൻ, അതായത് പെർഫോമൻസിൻ്റെ പെർഫെക്ഷൻ നടക്കണം, അതായത് ഏറ്റവും കൂടിയ ലെവൽ. ആ ഒരു എന്ത് സ്കില്ലാണോ നമ്മൾ ചെയ്യുന്നത് അതൊരു പെർഫെക്റ്റ് ലെവലിലേക്ക് വരുന്നത്. പെർഫെക്ഷൻ ഇൻ ദ പെർഫോമൻസ് ഇസ് ദ ഫൈനൽ ലെവൽ ഇൻ ദ സൈക്കോമോട്ടോർ ഡൊമൈൻ. ഓൺ അറ്റൈനിങ് പെർഫെക്ഷൻ ആക്ഷൻ ബിക്കം ഓട്ടോമാറ്റിക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആക്ഷൻ നടക്കും, കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. അതാണ് നാച്ചുറലൈസേഷൻ. ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സയൻസ് ദീസ് എബിലിറ്റീസ് ആർ വെരി എസെൻഷ്യൽ. എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ് ആർ ദ ബേസിക് സ്കിൽസ് ഫോർ ലേണിംഗ് സയൻസ്. നമുക്കറിയാം ലാബിൽ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും, എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? Precision is required in the measurement and observation. Articulation and naturalization are required in planning, designing and performing experiments. ഇപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ അതിൽ ചെയ്യുമ്പോഴും ഈ ഓരോ ഒബ്ജക്റ്റീവും നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു, അത് നമ്മൾ പ്രിസൈസായിട്ട് ചെയ്യാൻ പഠിക്കുന്നു, അത് പെർഫെക്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹയർ ലെവലിൽ, നമ്മുടെ സൈക്കോമോട്ടോർ ഡൊമൈൻ്റെ ഹയർ ലെവലിൽ എത്തിയെന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ബെഞ്ചമിൻ ബ്ലൂം ഇങ്ങനെ 3 ഡൊമൈനായിട്ട് തിരിച്ച് 3 ഡൊമൈനിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നല്ല പോലെ നിങ്ങൾ തറവാക്കണം ഇത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെ പറയാം? ദ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് ഈസ് ഗവേൺഡ് ബൈ ഹിസ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ 3 ഡൊമൈനിലുള്ള ഡെവലപ്മെൻറ്റാണ് ഒരു ചൈൽഡിൻ്റെ ബിഹേവിയറൽ ചേഞ്ച്. ഈ സ്ലൈഡ് നോക്ക്. ഈ പിക്ചറിൽ ഈ 3 ഡൊമൈനും ഓരോ ഡൊമൈനിലുള്ള ഒബ്ജക്റ്റീവ്സുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു? കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ, അങ്ങനെ 3 ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3ആയിട്ട് തിരിക്കുകയാണ്. അതെന്തൊക്കെയാണ്? കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അങ്ങനെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ദെൻ സെക്കൻഡ് വൺ അഫക്റ്റീവ് ഡൊമൈൻ. അതിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ്? റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് characterization. Then third one, psychomotor domain. In that the first one is imitation, second one is manipulation, third one precision, articulation and then naturalization. അപ്പോൾ ഈ ഡയഗ്രാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂംസ് ടാക്സോണമിയുടെ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് മനസ്സിലാവും. ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്കിതെല്ലാം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഈ പിക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എസ് ആയിട്ട് വരുമ്പോഴാണെങ്കിൽ ഈ പിക്ചറും പിന്നെ 3 ഡൊമൈനും ഇൻ്റർറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കാണിക്കണ്ടല്ലോ, 3R ഇൻ്റർറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് 3 സർക്കിളുള്ള ആ പിക്ചറും ആഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് ശേഷം ഓരോന്നിലുള്ള ഒബ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്തും എഴുതണം.